ഹരേ കൃഷ്ണ. രാധേ രാധേ. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും സുഖല്ലേ? വൈശാഖമാസമായിട്ട് എല്ലാവരും കണ്ണനെ കാണാൻ പോയോ? നന്നായി കണ്ടു തൊഴുതോ? ഇന്ന് രാധയുടെ ഒരു കഥ പറഞ്ഞാലോ? നമ്മുടെ കർത്തവ്യങ്ങൾ വിട്ട് ഓടുന്നതല്ല യഥാർത്ഥ ഭക്തി. മുന്നിൽ വിഷമിച്ച് നിൽക്കുന്നവരോട് സ്നേഹത്തോടെ സ്വാന്തനമേകാതെ ഓടുന്നത് ഭക്തിയേ അല്ല. രാധയുടെ ഈ കഥ അതിനൊരു ഉദാഹരണമാണ്. പറയട്ടെ. ഒരു ദിവസം കൃഷ്ണൻ ഒരു ഗോപാലൻ്റെ വേഷം കെട്ടി തോർത്തുമുണ്ടുടുത്ത് ഭസ്മക്കുറി തൊട്ട് വൃന്ദാവനത്തിലേക്ക് ഓടാൻ തുടങ്ങി. ഓരോ ഗോപികമാരുടെയും അടുത്ത് ചെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഗോപികമാരെ, നിങ്ങളെ കൃഷ്ണൻ വിളിക്കുന്നു. ആദ്യം ചെല്ലുന്നത് ആരാണോ അവരുമായിട്ടെ കൃഷ്ണൻ നൃത്തം ചെയ്യൂട്ടോ. എവിടെയാണ് കൃഷ്ണനെന്ന് ഗോപികമാർ ചോദിച്ചില്ല. ഗോപാലൻ പറഞ്ഞതുമില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഗോപികമാർ യമുനാ നദിയെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഭർത്താവിന് ചോറ് വിളമ്പിക്കൊണ്ടിരുന്നവൾ തവിയോടുകൂടി ഓടി. മുറ്റം തൂത്തുകൊണ്ടിരുന്നവൾ ചൂലും പിടിച്ചുകൊണ്ടോടി. നെല്ലു കുത്തിക്കൊണ്ടിരുന്നവളാകട്ടെ ഓടുമ്പോഴും അവളുടെ കയ്യിൽ ഉലക്കയുണ്ടായിരുന്നു. ഒരു കണ്ണെഴുതി കഴിഞ്ഞ ഗോപിക അങ്ങനെ ഓടി. അങ്ങനെ ഓരോരുത്തരും കേട്ട മാത്രയിൽ ഓടുകയാണ്. ഗോപാലവേഷം കെട്ടിയ കൃഷ്ണൻ ചിരിച്ച് ചിരിച്ച് പോവുകയും ചെയ്തു. രാധയുടെ കുടിലിൽ ചെന്ന് രാധയോടും ഇതുതന്നെ പറഞ്ഞു. അപ്പോൾ രാധ പറഞ്ഞു: നീ ഓടി ഓടി വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, അകത്ത് കയറിയിരിക്കൂ. ഇല്ല, എളുപ്പം പോകണം. ആദ്യം ചെല്ലുന്നവരുമായിട്ടാണ് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത്. ഇല്ലില്ല, നീ ഓടി തളർന്നു വന്നതല്ലേ, അല്പം പാൽ കുടിച്ചിട്ട് പോകൂ. ഇത് കേട്ട് കൃഷ്ണൻ ഞൊണ്ടി ഞൊണ്ടി വരാന്തയിലേക്ക് കയറി. എന്താണ് നീ ഞൊണ്ടുന്നത്? രാധ ചോദിച്ചു. ഓടിയപ്പോൾ കാലിൽ ഒരു മുള്ളുകൊണ്ടതാണ്. നീ കയറിയിരിക്കൂ, ഞാൻ മുള്ളെടുത്തു തരാം. വേണ്ട, മുള്ളെടുത്തു കൊണ്ടിരുന്നാൽ കൃഷ്ണനുമായി നൃത്തം ചെയ്യാൻ പറ്റില്ല. വേഗം പോകണം, ഭഗവാൻ രാധയോട് പറഞ്ഞു. ഇതിന് രാധ പറഞ്ഞ മറുപടി: നിന്റെ കാലിലെ മുള്ളെടുക്കാതെ ഞാൻ പോയാൽ ഭഗവാനുമായി നൃത്തം ചെയ്യുമ്പോഴും ഈ മുള്ളായിരിക്കും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുകയറുന്നത്. ഭഗവാനോടൊത്ത് നൃത്തം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷേ എനിക്കത് ദൂരെ നിന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ട് നീ കയറിയിരിക്കൂ. ഇത് പറഞ്ഞ് ഭഗവാന്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് രാധ മുള്ളെടുക്കുവാൻ തുടങ്ങി. രാധ മുള്ളെടുക്കുവാൻ തുനിഞ്ഞപ്പോൾ ഗോപാലവേഷം കെട്ടിയ ഭഗവാൻ കൃഷ്ണൻ ഒളിപ്പിച്ചു വെച്ച ഓടക്കുഴൽ ചുണ്ടോട് ചേർത്തു. അവിടെ പരന്നൊഴുകിയ നാദാമൃതം കേട്ട് രാധയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ കണ്ണുനീർ ഭഗവാന്റെ പാദത്തിൽ വീണു. പിന്നീട് ഭഗവാൻ നൃത്തം വെച്ചത് രാധയോടൊപ്പമായിരുന്നു. ഇതാണ് പറഞ്ഞത്: കർത്തവ്യങ്ങൾ വിട്ട് ഓടുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്. വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകാതെ ഓടുന്നത് ഭക്തിയേ അല്ല. മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ട് വേണം പ്രാർത്ഥനകളിൽ മുഴുകാൻ. സഹജീവികളോട്, ജീവജാലങ്ങളോട് കരുണ കാണിച്ചതിന് ശേഷം ഭക്തിയിൽ മുഴുകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതാണ് യഥാർത്ഥ ഭക്തി. ഹരേ കൃഷ്ണ. രാധേ രാധേ.